ഗൈസ്, അപ്പോൾ നമ്മളിത് കുരിശിൻ്റെ വഴിക്ക് പോകാനായിട്ട് റെഡിയായി വന്നതാണ്. ആക്ച്വലി രാവിലെ 7 മണിക്ക് തന്നെ കുരിശിൻ്റെ വഴി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2 വർഷമുള്ള ബോധനം കിട്ടും. കഴിഞ്ഞ വർഷം നമ്മളിത് സെയിം പ്ലേസിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരാനായിട്ട് നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇസമോളിത് രാവിലെ നമ്മളിറങ്ങുന്നതിന് കുറച്ച് മുന്നേ പോയത്. അതിലും സ്പീഡ് ഇതേ കരഞ്ഞ് ബഹളം വെച്ച് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരെ ഒത്തിരി കാണാനൊന്നും പറ്റത്തില്ല, അപ്പം ഞങ്ങളുടെ സ്വഭാവം മാറും. പിന്നെ ഇവരിവിടെ മോരും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കുരിശിൻ്റെ വഴി വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ അവിടെ കയറി ജോയിൻ ചെയ്തു. കാരണം അവർ വെള്ളം കുടിക്കാൻ വരുമ്പം അതിൻ്റെ കൂടെ അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ അവരെല്ലാവരും വന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ വലിയ ക്രൗഡഡ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അവരുടെ കൂടെ പിന്നെ റീജോയിൻ ചെയ്ത് കയറുമായിരുന്നു. പതിയെ പോകാൻ തുടങ്ങി. ഇപ്പം ആക്ച്വലി നല്ല വെയിലൊന്നുമില്ല, ഇങ്ങനെ ഒരു മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് പോയിരുന്നു, ഇങ്ങനെ തന്നെ നിന്നിരുന്നെങ്കിൽ ചൂടുണ്ടെന്നേ ഉള്ളൂ, വലിയ അലമ്പില്ലാതെ നമുക്ക് പോകാൻ പറ്റിയെന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളിതേ പയ്യെ നടക്കും അങ്ങോട്ട്. അതിനിടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് കാണുന്ന ബൊഗിൻവില്ലയൊക്കെ പറിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ചുമ്മാ ഇസ്തറ്റിക് പിക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ് പറിച്ചതാണ്, വെറുതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഫോട്ടോ എടുത്താൽ അതും ഇല്ല. പിന്നെ അത് ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്ത് വന്ന് അങ്ങനെ അവിടെ നിന്ന് ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ട് ഈ ഉള്ള നാട്ടുകാർ മൊത്തം എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൽ വലിയ ഇതൊന്നും തോന്നിയില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത പിന്നെ എല്ലാവരും പറയുന്നില്ല ദുഃഖവെള്ളി ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നോക്കുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഇതാരാ വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈനിലാണ് അവരെന്നെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ വരെ നമ്മൾ കുരിശിൻ്റെ വഴിക്കുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിൽ വന്നിരുന്നു. ഇസമോൾ നല്ല അലമ്പായിരുന്നു. പിന്നെ ഇസമോളെയും കൊണ്ട് അവളങ്ങ് വീട്ടിൽ പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പടിഞ്ഞോട്ട് പോകാമെന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് ഇറങ്ങി. അങ്ങനെയാണ് ഈ ബൊഗിൻവില്ല ഞാൻ എടുത്തത്. പിന്നെ ഇവിടെ തണ്ണിമത്തം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് നേരെ ഒരു ഗ്ലാസ് തണ്ണിമത്തൻ എടുത്ത് കുടിച്ച്. അത് കഴിഞ്ഞ് കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കുരിശിൻ്റെ വഴി കറങ്ങി അതിലേ വന്ന് പിന്നെ അവരോട് ജോയിൻ ചെയ്തു, ഒന്നുകൂടെ തണ്ണിമത്തം കുടിച്ചു. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ ഉള്ളൂ പള്ളിയിലോട്ട് കയറാനായിട്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയിൽ ചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത് തന്നെ. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല, പിന്നെ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ വന്നപ്പം പള്ളിയുടെ വാതിൽക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു തണ്ണിമത്തൻ. പിന്നെ അവിടുന്ന് എടുത്ത് കുടിച്ച് പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത്. അവിടെയും എന്തോ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ പള്ളിയിൽ വന്ന് കഞ്ഞി കുടിക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ തിരക്കൊക്കെ ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച്. അപ്പോൾ ഓക്കെ, ബായ്.